ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് CA ഇന്റർണൽ ഓഡിറ്റിംഗ് പേപ്പറിലെ ചില അമെൻമെന്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് അമെൻമെന്റ്സേ നമുക്ക് ഓഡിറ്റിംഗ് പേപ്പറിലുള്ളൂ. എന്നാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ, പുതിയൊരു മെറ്റീരിയൽ ആണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളെങ്കിൽ പുതിയ മെറ്റീരിയലിൽ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ RTP നോക്കുകയാണെങ്കിലും ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയൊരു ചാപ്റ്റർ ആയിക്കൊണ്ട് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. RTPയിലും നിങ്ങൾക്ക് ഈ ഒരു 3-4 ചാപ്റ്ററുകൾ മൊത്തം മാറ്റിയിട്ട് ആണെന്നുള്ള RTPയിൽ നിങ്ങൾക്ക് കൊടുത്തതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് എന്തൊക്കെയാണ് മേജർ അമെൻമെന്റ്സ് എന്നുള്ളത് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അയക്കാം. അപ്പൊ ഞാൻ CA ഇന്റർ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചില അമെൻമെന്റ്സ് അല്ലെങ്കിൽ മാറ്റം വന്നിട്ടുള്ള ഈ ഡിസംബർ 2021 വേണ്ടിയിട്ടുള്ള അമെൻമെന്റ്സ് എല്ലാം ഞാൻ പ്രസന്റേഷൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ പ്രസന്റേഷൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 143 സബ്സെക്ഷൻ 15. സെക്ഷൻ 143 സബ്സെക്ഷൻ 15ന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും ചില അറിയാവുന്ന ഒരു സെക്ഷൻ ആണ്. സെക്ഷൻ 143 സബ്സെക്ഷൻ 12 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ടീച്ചേഴ്സും പറയാറുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പലപ്പോഴും വളരെയധികം ചോദിക്കുന്ന ഒരു പാർട്ടും കൂടാണ് സെക്ഷൻ 143 സബ്സെക്ഷൻ 12. ഓക്കെ, അപ്പം ഈ സബ്സെക്ഷൻ 12 പ്രകാരം ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ആവാം, കോസ്റ്റ് ഓഡിറ്റേഴ്സ് ആവാം, സെക്രട്ടറി ഓഡിറ്റേഴ്സ് ആവാം. ഇവരിൽ ആരെങ്കിലും when they are doing their auditing procedures അല്ലെങ്കിൽ ഓഡിറ്റിംഗ് വർക്ക് അവർ ചെയ്യുന്ന സമയത്ത് if they come across any fraud, ഏതെങ്കിലും ഒരു ഫ്രോഡ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ what they have to do, they have to report it. അവരെന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റിലേക്കോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലോ ഒക്കെ ആയിരിക്കണം. ബേസ്ഡ് ഓൺ ദ ഫ്രോഡ് ഇൻവോൾവ് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യാതെ വരുന്നത്. അതാണ് സെക്ഷൻ 143 സബ്സെക്ഷൻ 12 പ്രകാരം പറയുന്ന കാര്യം. റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്. ഇനി നിങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ സെക്ഷൻ 143 സബ്സെക്ഷൻ 12 പ്രകാരം നിങ്ങൾ ഫ്രോഡ് ഐഡന്റിഫൈ ചെയ്തു, നിങ്ങൾ മനസ്സിലാക്കി അവിടെ കമ്പനിയിൽ ഫ്രോഡ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എംപ്ലോയീസിലോ ആരെങ്കിലും ഒക്കെ അത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾക്ക് എന്തുണ്ട്? വി ഹാവ് പെനാൽറ്റി. ആ പെനാൽറ്റി പറയുന്ന പ്രൊവിഷൻ ആണ് സെക്ഷൻ 143 സബ്സെക്ഷൻ 15. ഓക്കെ, സബ്സെക്ഷൻ 15 പറയുന്നത് നോൺ റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡ്. നിങ്ങൾ ഫ്രോഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഓൾഡ് പ്രൊവിഷൻ ആണ്. ഓൾഡ് പ്രൊവിഷന് എന്തായിരുന്നു എന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നോക്കാം. ഇഫ് എനി ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ CA, കോസ്റ്റ് ഓഡിറ്റർ CMA, കമ്പനി സെക്രട്ടറി, ഇൻ പ്രാക്ടീസിംഗിലായിട്ടുള്ള ഇവരിൽ 3 പേരിലെങ്കിലും ആരെങ്കിലും ഒരു കമ്പനിയുടെ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തിട്ടില്ല, അപ്പോയിന്റ് ആയി കഴിഞ്ഞു, അതിനുശേഷം അവരെന്ത് ചെയ്തു? ഫ്രോഡ് ഐഡന്റിഫൈ ചെയ്തു, അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ they do not comply with fraud reporting, they shall be punishable ആണ് വിത്ത് ഫൈൻ ആണ് അവർക്കുള്ള പണിഷ്മെന്റ്. വാട്ട് ഈസ് ദ ഫൈൻ? 1 lakh മുതൽ 25 lakhs വരെ അവർക്ക് ഫൈൻ ലഭിക്കാവുന്ന ശിക്ഷയാണ് എന്ത് ചെയ്യുന്നത് കമ്പനീസ് ആക്ടിൽ മുൻപുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പം ന്യൂ പ്രൊവിഷൻ എന്താ പറയുന്നത്? ന്യൂ പ്രൊവിഷൻ പറയുന്നത് ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എനി ഓഡിറ്റർ, കോസ്റ്റ് ഓഡിറ്റർ, കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ഡു നോട്ട് കംപ്ലൈ വിത്ത് ഫ്രോഡ് റിപ്പോർട്ടിംഗ്. ഫ്രോഡ് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ കംപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇവരുടെ ലയബിലിറ്റി ഇപ്പൊ എന്തായി? ഇതിനെ ഇപ്പം കമ്പനി ആയിട്ട് ഡിവൈഡ് ചെയ്ത് ലിസ്റ്റഡ് കമ്പനി ആയിട്ടും അതർ ദാൻ ലിസ്റ്റഡ് കമ്പനി ആയിട്ടുമാണ് എന്ത് ചെയ്യുന്നത് ഇപ്പം പെനാൽറ്റീസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ, ലിസ്റ്റഡ് കമ്പനിയുടെ ഓഡിറ്റർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പെനാൽറ്റി എത്ര ആയിരിക്കും? 5 lakhs. അതർ ദാൻ ലിസ്റ്റഡ് കമ്പനി അല്ലെങ്കിൽ എനി അതർ കമ്പനി, മറ്റേതെങ്കിലും ഒരു കമ്പനി ആണ് എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പെനാൽറ്റി? ദാറ്റ് വിൽ ബി 1 lakh. അപ്പൊ ഇങ്ങനെയാണ് എന്തുള്ളത് ഇതിന്റെ ഫ്രോഡ് റിപ്പോർട്ടിങ്ങിന്റെ പെനാൽറ്റി ഇപ്പം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങളുടെ അടുത്ത എക്സാമിനേഷന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കും. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത അധികമാണ്. ഓക്കെ, അപ്പൊ ഈ പ്രൊവിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർമ്മയിൽ വെക്കുക. ലെറ്റ് us go to നെക്സ്റ്റ് പ്രൊവിഷൻ. നെക്സ്റ്റ് ചേഞ്ച് എന്താണ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രൊവിഷൻ ഓഡിറ്റ് ഓഫ് ഐറ്റംസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്.
ഓക്കെ, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യുന്ന ഇതിന് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിറ്റിംഗിൽ നിങ്ങൾക്ക് കാണാം. ഈ ചാപ്റ്ററിൽ ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലുള്ള ഒരുപാട് ഐറ്റത്തിനെ കുറിച്ചും അത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയേഴ്സ്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ ഒരു ചെറിയൊരു അമെന്റ്മെന്റ് ഈ വർഷം വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ അമെന്റ്മെന്റ് നടന്നിട്ടുള്ളത്. ഇഷ്യൂ ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, അതിൽ ചില മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ചില മാറ്റങ്ങളല്ല, ആകെ ഒരൊറ്റ മാറ്റം അതിൽ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്കത് എന്താണെന്ന് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഇഷ്യൂ ഓഫ് ഫസ്റ്റ് വൺ, എന്താണ് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ? സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്, കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകൾക്ക്, കമ്പനിയുടെ ഉള്ളിലുള്ള എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവരുടെ അധ്വാനത്തിന്റെ ഫലമായിക്കൊണ്ട് അവർക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ സ്വെറ്റ് ഇക്വിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് നോർമലി എന്ത് ബേസിലായിരിക്കും? ലെസ് ദാൻ ദ മാർക്കറ്റ് വാല്യൂ, മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറവോ അല്ലെങ്കിൽ ക്യാഷ് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കൺസിഡറേഷൻ അവരിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് അവർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ആ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിന്റെ ഡെഫിനിഷൻ സെക്ഷൻ 54 എന്തെന്ന് പറയുന്നത്. സെക്ഷൻ 54 ആണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിന്റെ ഡെഫിനിഷൻ. അതിലൊരു അമെന്റ്മെന്റ്സ് ഒന്നും വന്നിട്ടില്ല, അതിലൊന്നും ഒരു അമെന്റ്മെന്റ്സും വന്നിട്ടില്ല. സെക്ഷൻ 154 ദ സെയിം. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് മീൻസ് ഇക്വിറ്റി ഷെയർസ് issued by the company to its employees or directors. എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ആണ് എന്ത്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. അറ്റ് ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും എന്ത് ചെയ്യുക, അവർ കൊടുക്കുക. ആക്ച്വലി ഉള്ള റേറ്റിലായിരിക്കില്ല, അതിനേക്കാൾ കുറച്ച് റേറ്റിലായിരിക്കും എന്ത് ചെയ്യുക, അവർ കൊടുക്കുക. ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, അല്ലെങ്കിൽ ക്യാഷിന് പുറമെ മറ്റെന്തെങ്കിലും ഒരു കൺസിഡറേഷൻ സ്വീകരിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, ഇവർ ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുക. ഫോർ പ്രൊവൈഡിങ് നോ ഹൗ, എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? നോ ഹൗ. ഒരു എംപ്ലോയീസിന്റെ നിന്ന് നമുക്ക് കിട്ടുന്ന നോ ഹൗ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക. നോ ഹൗ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ അവരുടെ പെർഫോമൻസ്, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമ്പനിക്ക് വേണ്ടി അവർ എന്ത് ചെയ്യും, ഉപയോഗപ്പെടുത്തും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിന് എന്ത് ചെയ്യും, നമ്മൾ അവർക്കൊരു റിവാർഡ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു സാധനം കൊടുക്കും. ഓക്കെ, അപ്പൊ അതാണ് എന്ത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. അതുപോലെ തന്നെ ഓർ മേക്കിംഗ് അവൈലബിൾ റൈറ്റ് ഇൻ ദ നേച്ചർ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഓർ വാല്യൂ അഡീഷൻസ് ബൈ വാട്ട് എവർ നെയിം കോൾഡ്. ഓക്കെ, അപ്പോൾ അതല്ലെങ്കിൽ അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഓരോ ആളുകളുടെയും അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ വാല്യൂ അഡീഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് തരുന്നതിനനുസരിച്ച് നമ്മൾ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സാധനമാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിന് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്ന ഷെയർ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷെയർ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഓഡിറ്റർ ഹാവ് ഫോർ സം റെസ്പോൺസിബിലിറ്റി, ഓഡിറ്റേഴ്സിന് ചില റെസ്പോൺസിബിലിറ്റികൾ ഉണ്ട്. എന്തൊക്കെയാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. ദ ഓഡിറ്റർ നീഡ് ടു വെരിഫൈ, അയാൾ എന്ത് ചെയ്യണം, ഹി ഹാവ് ടു വെരിഫൈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി are of the class of shares already issue ചെയ്ത ഒരു ക്ലാസ് ഓഫ് ഷെയർസിൽ മാത്രമേ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഒരു ന്യൂ ഫോം ഓഫ് ഷെയർസ്, നമ്മളൊരു പുതിയൊരു ഓതറൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയൊരു ഷെയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് ഷെയർസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് following conditions are satisfied. അതിനു പുറമെ അപ്പം ഒരു ഓഡിറ്റർ എന്താ ചെയ്യേണ്ടത്, you have to verify whether the shares are issued shares are issued in already issue ചെയ്തിട്ടുള്ള ഷെയർസിന്റെ ക്ലാസ് ആയിട്ടാണ് ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ചില കണ്ടീഷൻസ്, 4 കണ്ടീഷൻസ് ഉണ്ട്, ആ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ 4 കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അതിലൊരു മാറ്റം വന്നിട്ടില്ല, അതിൽ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് കമ്പൽസറി ഈവൻ നൗ. ഓക്കെ, പിന്നീട് ദ റെസൊല്യൂഷൻ, ആ റെസൊല്യൂഷനിൽ എന്ത് പറയണം, ടു സ്പെസിഫൈ ദ നമ്പർ ഓഫ് ഷെയർസ്, എത്ര നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയണം. അതിന്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ എന്താണ് എന്ന് എന്ത് ചെയ്യണം, പറയണം. കൺസിഡറേഷൻ, എന്ത് കൺസിഡറേഷൻ ആണ് നിങ്ങൾ അവരുടെ എംപ്ലോയീസിന്റെ അടുത്തുനിന്നോ ഡയറക്ടേഴ്സിന്റെ അടുത്തുനിന്നോ സ്വീകരിച്ചത്. ആൻഡ് ദ ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ് ടു ഹൂം സച്ച് ഇക്വിറ്റി ഷെയർസ് ആർ ടു ബി ഇഷ്യൂഡ്. ഏത് ക്ലാസ് ഓഫ് എംപ്ലോയീസിനാണ് അല്ലെങ്കിൽ ഏത് ക്ലാസ് ഓഫ് ഡയറക്ടേഴ്സിനാണ് നിങ്ങൾ ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. എല്ലാ ആളുകൾക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു കാറ്റഗറി ഉള്ള എംപ്ലോയീസിനായിരിക്കും ചിലപ്പോൾ ഇത് ഇഷ്യൂ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഹാവ് ടു ബി മെൻഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. രണ്ടാമത്തത് എത്ര നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ
ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, കറന്റ് മാർക്കറ്റ് വാല്യൂ അതിന്റെ എന്താണ്, എത്ര കൺസിഡറേഷൻ സ്വീകരിച്ചിട്ടുണ്ട്, ഏത് ക്ലാസ് ഓഫ് എംപ്ലോയീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ. പിന്നെ അത് എന്തിലുണ്ടാവും, റെസൊല്യൂഷനിലുണ്ടാവും. ആ റെസൊല്യൂഷനിൽ കറക്റ്റ് ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യാം, നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ. പിന്നെ ഇതിൽ വന്നിട്ടുള്ള സ്പെഷ്യൽ എന്താണ്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിൽ വന്നിട്ടുള്ള മെയിൻ അമെൻമെന്റ് എന്ന് പറയുന്നത് തേർഡ് പ്രൊവിഷൻ അങ്ങ് ഒഴിവാക്കി, തേർഡ് ക്ലോസ് ഒഴിവാക്കി. എന്താ പറയുന്നത്, തേർഡ് ക്ലോസ് എന്തായിരുന്നു, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ മിനിമം 1 ഇയർ നമ്മൾ ബിസിനസ് കമൻസ് ചെയ്ത് 1 ഇയർ എങ്കിലും ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളായിരുന്നു പണ്ട്. എന്നാൽ ഇപ്പം ആ ഒരു പ്രൊവിഷൻ എന്തെങ്കിലും റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിത്തിൻ 1 ഇയർ ഓൾസോ യു ക്യാൻ ഇഷ്യൂ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. അതാണ്, ദാറ്റ് ഈസ് എ മേജർ അമെൻമെന്റ് ഇൻ ദ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, ക്ലിയർ അല്ല. പിന്നെ നെക്സ്റ്റ് ഇതിൽ തന്നെ അതിൽ മാറ്റമൊന്നുമില്ല, ആകെ ഒരു അമെൻമെന്റ് മാത്രമാണ്. 4ാമത്തെ പോയിന്റ് കൂടെ നമുക്ക് നോക്കാം. Where the equity shares of the company are listed on a recognized stock exchange. Recognized stock exchange ഇഷ്യൂ എന്താണ്, ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി ആണെങ്കിൽ, ഇക്വിറ്റി ഷെയർസ് ഒക്കെ ലിസ്റ്റഡ് ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യണം, ദേ ഹാവ് ടു കംപ്ലൈ വിത്ത് സെബി റൂൾസ്. സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഇക്വിറ്റി ഷെയർസിൽ സെബിക്ക് പറയാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇഫ് ദേ ആർ നോട്ട് ലിസ്റ്റഡ്, അവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിലോ, ഇൻ അക്കോർഡൻസ് വിത്ത് സച്ച് റൂൾസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മറ്റ് പ്രൊസീജിയേഴ്സ് റൂൾസും കാര്യങ്ങളും കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ ഉണ്ടാവും. അതുപോലെ തന്നെ മാനേജ്മെന്റ് എടുത്ത തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ദേ ക്യാൻ ഇഷ്യൂ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇൻ കേസ് ഓഫ് അൺലിസ്റ്റഡ് കമ്പനി. ഓക്കെ. അപ്പം 2 അമെൻമെന്റ്സ് നമ്മൾ നോക്കി. സെക്ഷൻ 143 സബ്സെക്ഷൻ 15 ഉള്ള പെനാൽറ്റി ചേഞ്ചും അതുപോലെ തന്നെ ഓഡിറ്റ് ഓഫ് ഐറ്റംസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള അമെൻമെന്റ്സും എന്ത് ചെയ്തു നമ്മൾ നോക്കി. നൗ next amendment number 3, section 140 subsection 2 clause 3, penalty for non-filing of ADT3. അതായത് സെക്ഷൻ 140 എന്ന് പറയുന്നത് റിമൂവൽ, റെസിഗ്നേഷൻ ആൻഡ് സ്പെഷ്യൽ നോട്ടീസ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ആണ്. ഓക്കെ. ഒരു ഓഡിറ്റർ റിമൂവ് ചെയ്യുമ്പോഴോ അയാൾ റിസൈൻ ചെയ്യുമ്പോഴോ വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ആ ഒരു സെക്ഷൻ പറയുന്നത്. അതിൽ സെക്ഷൻ 140 സബ്സെക്ഷൻ 2 ക്ലോസ് 3 പറയുന്നത് ഓഡിറ്ററുടെ പെനാൽറ്റിയെ കുറിച്ചാണ്. ഓഡിറ്ററുടെ പെനാൽറ്റി എപ്പം, when he have resigned from the company, കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്തു, അയാൾ റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തിട്ട് he have not intimated, അയാൾ എന്ത് ചെയ്തില്ല, he have not intimated it to the ROC. ADT3 പ്രകാരം ROCക്ക് ഫയൽ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ സെബിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ കമ്പനിയിലൊന്നും അറിയിച്ചിട്ടില്ല എങ്കിൽ he have penalty. അപ്പൊ പെനാൽറ്റി ഓൾറെഡി ഉണ്ട്. ആ ഓൾറെഡി ഉള്ള പെനാൽറ്റി എന്തായിരുന്നു എന്ന് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. മിനിമം എത്രയായിരുന്നു, 50,000 is a minimum penalty that was applicable to him, or audit remuneration whichever is less. And by 50,000 രൂപയോ അല്ലെങ്കിൽ അയാൾ ആ ഓഡിറ്റ് ഫീ ആയിട്ട് വാങ്ങിയിട്ടുള്ള എമൗണ്ടോ whichever is less, ഏതാണോ കുറവ് അത് എന്ത് ചെയ്യണം, അയാൾ മിനിമം പെനാൽറ്റി ആയിട്ട് കൊടുക്കണം. മാക്സിമം പെനാൽറ്റി എത്രയാണ്, 5 lakh rupees. മാക്സിമം പെനാൽറ്റി ഈസ് 5 lakh rupees. ഇനി അത് കണ്ടിന്യൂയിങ് ഡിഫോൾട്ട് ആണെങ്കിൽ, നിങ്ങൾ യാതൊരു രീതിയിലും അതിന് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാതെ നിങ്ങൾ ഇത് ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ പെർ ഡേ എത്ര രൂപ ഉണ്ടാവും, 500 rupees പെർ ഡേ യു വിൽ ഹാവ് പെനാൽറ്റി. അപ്പൊ ഇതായിരുന്നു എന്ത്, ഓൾഡ് പ്രൊവിഷൻ ഇതായിരുന്നു. അപ്പൊ ന്യൂ പ്രൊവിഷനിൽ ആകെ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് മാക്സിമം പെനാൽറ്റി ഈസ് റിഡ്യൂസ്ഡ്. ബാക്കിയുള്ള മാറ്റമൊന്നുമില്ല. മിനിമം പെനാൽറ്റി സെയിം ആണ്, 50,000 ഓർ ഓഡിറ്റേഴ്സ് റെമ്യൂണറേഷൻ വിച്ച് എവർ ഈസ് ലെസ്. എന്നാൽ മാക്സിമം പെനാൽറ്റി ഇപ്പൊ എത്ര ആയിട്ടുണ്ട്, 2 lakhs ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂയിങ് ഡിഫോൾട്ട് ആണെങ്കിൽ സെയിം, ഇത് രണ്ടും സെയിം ആണ്. എന്നാൽ മാക്സിമം പെനാൽറ്റിയിൽ 2 lakhs എന്ന് പറഞ്ഞിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് 5 lakhs നിന്ന്. അപ്പൊ തേർഡ് അമെൻമെന്റ് ഈസ് ഓൾസോ ഓവർ. സിമ്പിൾ അമെൻമെന്റ്സ് ആണ്, പക്ഷെ എക്സാമിന് വളരെ യൂസ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ വളരെ അധികം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഭാഗത്ത് നിന്നാണ് ഈ പ്രാവശ്യം അമെൻമെന്റ്സ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അമെൻമെന്റ്സിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഡിസംബർ 2021 എക്സാമിനേഷൻ. ഓക്കെ. സെക്ഷൻ 147 എന്താ പറയുന്നത്, സെക്ഷൻ 147 ആയിരുന്നു നമ്മളുടെ ഓഡിറ്റേഴ്സിന്റെ ചാപ്റ്ററിൽ,
അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓഡിറ്റേഴ്സിന്റെ പെനാൽറ്റിയും ഓഡിറ്റുമായി ബന്ധപ്പെട്ട പെനാൽറ്റിയും ഒക്കെ പറയുന്ന മേജർ അല്ലെങ്കിൽ പെനാൽറ്റിയുടെ കിങ് എന്ന് നമുക്ക് പറയാവുന്ന ഒരു പ്രൊവിഷൻ ഓഡിറ്റിംഗിന്റെ പെനാൽറ്റീസും കാര്യങ്ങളും ഒക്കെ പറയുന്ന സെക്ഷൻ 147ലാണ്. പണിഷ്മെന്റ് ഫോർ കോൺട്രവെൻഷൻ. നിങ്ങൾ സെക്ഷൻ ഈ നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രൊവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 139 to 147 ആണ്. 147 ഓൾറെഡി നമ്മൾ പറഞ്ഞ പെനാൽറ്റി ആണ്. അപ്പൊ 146 വരെ ഓഡിറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, കമ്പനീസ് ആക്ട് ഡിസ്കസ് ചെയ്യുന്നത്. 139 to 146 വരെ. അപ്പം ഈ 139 to 146 വരെയുള്ള പെനാൽറ്റികളിൽ ചില മാറ്റങ്ങൾ ഓഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള പെനാൽറ്റീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താണ് എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. സെക്ഷൻ 147 സബ്സെക്ഷൻ 1. 147 സബ്സെക്ഷൻ 1 പ്രകാരം ഓൾഡ് പ്രൊവിഷൻ എന്തായിരുന്നു? ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത് if you have contravened section 139 to 146 കണ്ടോ. അതായത് ഓഡിറ്റിംഗിന്റെ പ്രൊവിഷനിൽ ഏതൊരു പ്രൊവിഷനും നിങ്ങൾ കോൺട്രവൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ 139 to 146. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചില പെനാൽറ്റീസ് ഓൾറെഡി ആ പ്രൊവിഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ നോക്കിയ പ്രൊവിഷൻ എന്താണ്, സെക്ഷൻ 140 എന്ന് പറയുന്നത് 139ന്റെയും 146ന്റെയും ഇടയിലുള്ള സെക്ഷൻ ആണ്. പക്ഷെ അവിടെ സ്പെസിഫിക് ആയിട്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ADT 3 ഫയൽ ചെയ്യാത്ത അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ROCക്ക് ഫയൽ ചെയ്യാത്ത ഇതിന്റെ പെനാൽറ്റി ആണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തുള്ള പെനാൽറ്റി സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു ഭാഗങ്ങളിൽ പെനാൽറ്റി സ്പെസിഫിക് ആയിട്ട് പറയാത്തതിൽ നിങ്ങൾ എന്തെങ്കിലും ഡിഫക്റ്റ് വരുത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രൊവിഷൻ ആണ് അപ്ലിക്കബിൾ ആവുക? നിങ്ങൾക്ക് സെക്ഷൻ 147 സബ്സെക്ഷൻ 1 ആണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യേണ്ട കാര്യം സെക്ഷൻ 139 ടു സെക്ഷൻ 146 നിങ്ങൾ കമ്പനിയോ എന്താ ഓഫീസർ ഇൻ ഡിഫാൾട്ടോ ആയി കഴിഞ്ഞാൽ, കമ്പനിയോ അല്ലെങ്കിൽ ഓഫീസേഴ്സോ ഏതെങ്കിലും ഒരു ഓഫീസർ ഇതിനെന്തെങ്കിലും ഡിഫക്റ്റ് വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ കമ്പനി എന്ത് ചെയ്യില്ല, ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്തത് ROC അറിയിച്ചില്ല. അതുപോലെ തന്നെ കമ്പനിക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് സെക്ഷൻ 139 മുതൽ 146 വരെ. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റീസിൽ ഏതെങ്കിലും നമ്മൾ കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനിക്കോ ആ കംപ്ലൈ ചെയ്യാത്ത ഓഫീസർക്കോ എന്ത് ചെയ്യാം, പെനാൽറ്റീസ് വരാം. അപ്പൊ കമ്പനിയുടെ പെനാൽറ്റി എത്രയാണ്? 25,000 to 5 lakhs. ഇതായിരുന്നു ഓൾഡ് പ്രൊവിഷൻ. ഇംപ്രിസൺമെന്റ് ഉണ്ടായിരുന്നു 1 lakh to 1 lakh. ഇംപ്രിസൺമെന്റ് 1 year. 1 year ആണ് എന്ത് ഇംപ്രിസൺമെന്റ് ഉണ്ടായിരുന്നത്. അപ്പം ഒരു വർഷം വരെ, മാക്സിമം ഒരു വർഷം വരെ നിങ്ങൾക്ക് തടവ് ശിക്ഷ കൂടെ ലഭിക്കാവുന്ന ഒരു പ്രൊവിഷൻ ആണെന്ത്, നിങ്ങൾ ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട പ്രൊവിഷനിൽ നിങ്ങൾ പ്രൊവിഷനിൽ നിങ്ങൾ കോൺട്രവെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓർ ഇംപ്രിസൺമെന്റോ അല്ലെങ്കിൽ ഫൈനോ ആവാം, 10,000 to 1 lakh rupees ഓർ ബോത്ത്, കോംബോ ഓഫർ. ഓക്കെ, കോംബോ ഓഫറും ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇംപ്രിസൺമെന്റ് അപ് ടു 1 year ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഫൈന് 10,000 to 1 lakh. 1 lakh നിങ്ങൾക്ക് ഫൈൻ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതായിരുന്നു എന്ത്, ഓൾഡ് പ്രൊവിഷൻ. ദീസ് ആർ ദ ഓൾഡ് പ്രൊവിഷൻ. നൗ ഇറ്റ് ഈസ് റിമൂവ്ഡ്. എന്താ റിമൂവ് ചെയ്തിട്ടുള്ളത്? വാട്ട് ഈസ് ദ റിമൂവൽ? ഇവിടെ അത്രക്ക് നമ്മൾ എന്താണ്, ഒരു ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ഒരാളെ ജയിലിലേക്കൊക്കെ പറഞ്ഞയക്കാന്ന് പറഞ്ഞാൽ വളരെ അത്രയും അധികം ചെറിയ 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 പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയാതൊക്കെ സംഭവിക്കുന്ന കാര്യമായിരിക്കില്ലേ. അപ്പൊ അതിനൊക്കെ ഇംപ്രിസൺമെന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് എന്താണ്, കുറച്ച് വലിയൊരു കടന്ന് ചിന്തിക്കുന്ന പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സാധനം അങ്ങോട്ട് ഒഴിവാക്കി. എന്താ പറഞ്ഞത്, പണിഷ്മെന്റ് ഫോർ സെക്ഷൻ 139 to 146 കമ്പനിയുടെ പെനാൽറ്റി സെയിം ആണ്. ഓഫീസർ ഇൻ ഡിഫാൾട്ടിന് ഇപ്പൊ ഫൈന് മാത്രമേ ഉള്ളൂ, അയാൾക്ക് ഇംപ്രിസൺമെന്റ് ഒന്നുമില്ല, ജയിലിൽ പോകേണ്ട കേസില്ല. ഓക്കെ, ഫൈൻ അടിച്ചിട്ട് അയാൾക്ക് കഴിച്ചിലാവാം. That is the amendment. Okay, imprisonment is removed under section 147 subsection 1 for employees or the officer who is in default. Now, സെക്ഷൻ 147 തന്നെ നമ്മളിപ്പോൾ പറഞ്ഞത് സെക്ഷൻ 147 സബ്സെക്ഷൻ 1 കമ്പനിക്കും അതുപോലെ ഓഫീസർക്കും ഉള്ള പെനാൽറ്റി ആണെങ്കിൽ സബ്സെക്ഷൻ 2 പറയുന്നത് ഓഡിറ്റർക്കുള്ള പെനാൽറ്റിയാണ്. ഓക്കെ, ഓഡിറ്ററുടെ പെനാൽറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 139, 143, 144, 145
ഈ 4 പ്രൊവിഷനിലാണ് ഓഡിറ്റർക്ക് പെനാൽറ്റി വരുന്നത്. ഓക്കെ, ഓഡിറ്റർ ഇഫ് ഹാവ് contravene any of the provisions of section 139, 143, 144, 145, അയാളുടെ മിനിമം പെനാൽറ്റി എത്രയായിരുന്നു? മിനിമം 25,000 അയാൾക്ക് പെനാൽറ്റി വരുന്നു. മാക്സിമം 5 lakhs or 4 times the remuneration of auditor whichever is less. 25,000 രൂപയോ മിനിമം അല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യാം, 5 ലക്ഷം വരെ ആൾക്ക് തടവ്, എന്താണ് 5 ലക്ഷം വരെ ആൾക്ക് പെനാൽറ്റി ഉണ്ടാവാം. ഓർ 4 times the remuneration whichever is less. അയാൾക്ക് 5 ലക്ഷത്തിന് താഴെയാണ് അയാൾക്ക് കിട്ടിയിട്ടുള്ള റെമ്യൂണറേഷന്റെ 4 ടൈംസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ എന്താണ് 1 lakh ആയിരുന്നുള്ള റെമ്യൂണറേഷൻ, അപ്പോൾ 4 ടൈംസ് എന്ന് പറഞ്ഞാൽ 4 lakh എത്തുള്ളൂ. അപ്പോൾ മാക്സിമം പെനാൽറ്റി എത്ര ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ? 4 lakh ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, 5 lakh ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം പെനാൽറ്റി ഒന്നെങ്കിൽ 5 lakhs ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താവാം 4 times ദ റെമ്യൂണറേഷൻ. അപ്പം 5 lakhsന്റെ മേലെ നമ്മളുടെ റെമ്യൂണറേഷൻ എത്തിയിട്ടുണ്ടെങ്കിലോ 5 lakhലേക്ക് ലിമിറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ല? ഓക്കെ, മിനിമം maximum. If the auditor has contravened such provision, ഇത് ഓൾഡ് പ്രൊവിഷൻ ആണ് കേട്ടോ, നമ്മൾ ഓൾഡ് പ്രൊവിഷൻ ആണ് നോക്കുന്നത്, അതിന് ശേഷം നമ്മൾ ന്യൂ പ്രൊവിഷനിലേക്ക് പോകും. If the auditor has contravened such provision knowingly or willfully with the intention to deceive the auditor, deceive the company or its shareholders or creditors or tax authorities, എന്താണ് ഇവിടെ ഉള്ള മാറ്റം? എന്താണ് തൊട്ട് മേലെ പറഞ്ഞത് അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നില്ല, അറിയാതെ ചെയ്തതായാലും അയാൾക്ക് എത്ര പെനാൽറ്റി ഉണ്ട്? മിനിമം 25,000, മാക്സിമം 5 lakh or 4 times the remuneration whichever is less. ഓക്കെ, ഇതാണ് അയാൾ അറിയാതെ പോലും അയാൾക്ക് പറ്റിയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ 139, 143, 144, 145 പ്രകാരം അറിയാതെ ചെയ്തതാണെങ്കിൽ ഉള്ള പെനാൽറ്റി ആണ് ഇവിടെ പറഞ്ഞത്. നോയിങ്ലി ആണെങ്കിലോ, നോയിങ്ലി ഓർ വിൽഫുള്ളി അറിഞ്ഞുകൊണ്ടോ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ടു ഡിസീവ് ദ കമ്പനി, കമ്പനിയെ എന്താണ് കമ്പനിയുമായി ബന്ധപ്പെട്ട കമ്പനി നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ കമ്പനിയെ ഡിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ ദ കമ്പനി ഷെയർ ഹോൾഡേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് ഓർ ടാക്സ് അതോറിറ്റീസ്, ഏതെങ്കിലും ഒരു ആളുകളെ, കമ്പനി മാത്രമല്ല ഷെയർ ഹോൾഡേഴ്സിനെ അവരെ ചതിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ മനഃപൂർവ്വം അവരെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രെഡിറ്റേഴ്സിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാക്സ് അതോറിറ്റീസ്, ഇതൊക്കെ ഇവരൊക്കെ നമ്മൾ ഡിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ, നോയിങ്ലി ആണ് നമ്മൾ ചെയ്തതെങ്കിൽ അവിടെ എന്ത് വരും? ജയിൽ യാത്ര, ജയിലിലേക്ക് പോകേണ്ടി വരും അപ് ടു 1 year. ആൻഡ് ഇവിടെ ഓർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല, കോംബോ ഓഫർ ഇല്ല. ഇംപ്രിസൺമെന്റ് ഈസ് എ കമ്പൽസറി പ്രൊവിഷൻ ഹിയർ. ഇംപ്രിസൺമെന്റ് ഈസ് എ കമ്പൽസറി പ്രൊവിഷൻ ഹിയർ അപ് ടു 1 year. ആൻഡ് മിനിമം പെനാൽറ്റി, അതിന് പുറമെ നിങ്ങൾ എന്തും കൂടി കൊടുക്കണം? അറ്റ്ലീസ്റ്റ് 50,000 നിങ്ങൾ പെനാൽറ്റി കൊടുക്കണം. ഓർ മാക്സിമം പെനാൽറ്റി എത്ര വരാവാം? 25 lakhs വരെ ആവാം. മറ്റൊരു 5 lakhs ഉള്ളത്. അതായത് ഇത് 25,000 ഉള്ളത് ഇവിടെ 50,000 ആയി പെനാൽറ്റിയിൽ, ഇവിടെ 5 lakhs ഉള്ളത് ഇവിടെ എന്തായി? 25 lakhs ആയി. ഓർ 8 times, ഇവിടെ 4 times ആയിരുന്നു, 8 times the remuneration of the auditor whichever is less. ഓക്കെ, അപ്പൊ നേരെ ഡബിൾ ആണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്ററുടെ ഫീസിന്റെ 8 times എന്ത് ചെയ്യണം? അവര് കൊടുക്കണം. ഓർ 25 lakhs whichever is less. അപ്പൊ നിങ്ങൾ ഓഡിറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനെയാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് ഫീസ് കുറച്ച് പറയാം, വേറെ എന്തെങ്കിലും ഫീസ് ആയിട്ട് വാങ്ങാം. ഓക്കെ, ക്ലിയർ അല്ലേ? 25 lakhs to 8 lakhs is the remuneration of the auditor whichever is less. നിങ്ങൾ ഫ്രോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ന്യൂ പ്രൊവിഷൻ. ന്യൂ പ്രൊവിഷൻ എന്താ? New provision is exactly the old provision, same, but one section is removed here. തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ ഓൾഡ് പ്രൊവിഷനിൽ ഏതിന്റെ ഒക്കെ പെനാൽറ്റീസ് വരും? 139 പ്രകാരമോ 143 പ്രകാരമോ 144 പ്രകാരമോ 145 പ്രകാരം എന്ത് ചെയ്യും? നിങ്ങൾക്ക് പെനാൽറ്റി വരാം. എന്നാൽ 140 സെക്ഷൻ 143 പ്രകാരം നിങ്ങൾ എന്തെങ്കിലും ഒരു നോയിങ്ലി അല്ലെങ്കിൽ അൺനോയിങ്ലി വട്ടെവർ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങളെ റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടില്ല എങ്കിൽ what happens? This is not covered in section 147. എന്തുകൊണ്ടാണ്? ആദ്യം 143 കവർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു, ഇപ്പം 143 is removed. അപ്പൊ 143 പ്രകാരം എന്തെങ്കിലും ഒരു കാര്യം ഇവര് ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 143 പ്രകാരം എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, വാട്ട് ഹാപ്പൻസ്? സി,
ഞാൻ പറഞ്ഞുതരാം. സെക്ഷൻ 143 എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ ആണ്. ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ, ഓഡിറ്ററുടെ ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്ന പ്രൊവിഷൻ ആണ് ഇത് സെക്ഷൻ 143. ഓക്കെ, അതിൽ ഓൾറെഡി സെക്ഷൻ 143 സബ്സെക്ഷൻ 15 ഒരു പെനാൽറ്റി നമ്മൾ ഓൾറെഡി അമെന്റ്മെന്റ് പറഞ്ഞു. അതെന്താണ്? ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യാത്ത കേസിലുള്ള അമെന്റ്മെന്റ്. ഓക്കെ, ഇവിടെ പറയുന്നത് അതല്ലാതെ 143 മറ്റു പല റെസ്പോൺസിബിലിറ്റിയും പല ഡ്യൂട്ടീസും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നത്, ഡ്യൂട്ടീസ് ഓഫ് ദ ഓഡിറ്റർ. ആ ഡ്യൂട്ടീസും കാര്യങ്ങളും ഒന്നും എന്തല്ല, പീനലൈസബിൾ അല്ല, അല്ലെങ്കിൽ പെനാൽറ്റിയോ അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റോ കൊടുക്കാൻ കമ്പനീസ് ആക്ടിന് അധികാരമില്ല, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നു. എന്തുകൊണ്ട്? സി, ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ is already covered in NAFRA, the National NFRA, National Financial Reporting Authority, section 132, section 132. Okay, section 132 will deal. അതിന് പുറമെ തന്നെ ആൻഡ് ICAI ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു ഡിസിപ്ലിനറി ബോഡി ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് പല കാര്യങ്ങളിലും വളരെ സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഡ്യൂട്ടീസിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിലോ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഡിഫക്റ്റോ നിങ്ങൾ പോരായ്മകൾ ഉണ്ട് എങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽ ടേക്ക് ദ ആക്ഷൻ അഗെയിൻസ്റ്റ് യു. ഓക്കെ, നിങ്ങളുടെ ലൈസൻസ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരെ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് മീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ഓക്കെ, നിങ്ങളിപ്പം പഠിക്കുന്ന ഏത് ബോഡിന്റെ അണ്ടറിലാണോ അവർ. ഓക്കെ, അപ്പൊ അവര് പ്രാക്ടീസിങ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിന് പല ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അവർ തന്നെ പറയുന്നുണ്ട്. അതിൽ കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസും അപ്ലിക്കബിൾ ആണ്. അപ്പൊ അവിടെ അത് പ്രകാരം നിങ്ങൾ ഇഫ് യു ആർ ആൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, യുവർ റെസ്പോൺസിബിലിറ്റി, യുവർ ഡ്യൂട്ടീസ് ആർ ഓൾറെഡി മെൻഷൻ ഇൻ ICAI ആക്ട്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. ആ ആക്ടിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള പെനാൽറ്റീസും കാര്യങ്ങളും അവർക്കുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ടു പേരും കൂടെ, അതായത് NAFRA ആൻഡ് ICAI will deal with this issues of duties of auditor. ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് സെക്ഷൻ 143 പ്രകാരം ഉള്ള ഡ്യൂട്ടീസ് ആണെങ്കിലും അത് ആരെ ഡീൽ ചെയ്യും? It will be dealt by NAFRA and ICAI. NAFRA എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടിന്റെ മറ്റൊരു റിപ്പോർട്ടിംഗ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട സെപ്പറേറ്റ് അതോറിറ്റിയാണ്. അപ്പൊ അവരും എന്താണ്, ദേ ആർ ഓൾസോ ഡീൽ വിത്ത് ദ കമ്പനീസ് ആക്ട്. അപ്പം കമ്പനീസ് ആക്ട് ഈസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദ പെനാൽറ്റി. പക്ഷേ 147 സബ്സെക്ഷൻ 2 നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. പെനാൽറ്റി ഈസ് മെൻഷൻ സംവെയർ എൽസ്. ഓക്കെ, so that is the only change. 147 subsection 2. Now the last provision, last amendment, sorry, last അല്ല, അതിനുശേഷം ഒരു പ്രൊവിഷൻ, ചെറിയൊരു പ്രൊവിഷൻ കൂടി ഉണ്ട്. നമുക്ക് പക്ഷേ മേജർ ചേഞ്ചസ് ഇൻ സെക്ഷൻ 143 സബ്സെക്ഷൻ 3 ക്ലോസ് J. This is the major change in the Companies Act, അല്ലെങ്കിൽ കമ്പനി ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിലുള്ള മേജർ ചേഞ്ചസ് ആണ് എന്ത്, ഈ ഒരു പ്രൊവിഷൻ. ഓക്കെ, ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 143 സബ്സെക്ഷൻ 3 എന്താ പറയുന്നത്? ഓഡിറ്ററുടെ റിപ്പോർട്ടിങ്ങിന്, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെക്ഷൻ 143 സബ്സെക്ഷൻ 3 പറയുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ലാസ്റ്റ് അതർ മാറ്റേഴ്സ് എന്ന് പറയുന്ന പ്രൊവിഷൻ ഉണ്ട്. അതാണ് എവിടെ ഡീൽ ചെയ്യുന്നത്? J എന്ന് പറയുന്ന പ്രൊവിഷൻ, അതർ മാറ്റേഴ്സ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ചില അതർ മാറ്റേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ റൂൾ 11. റൂൾ 11 എന്ത് ചെയ്യുന്നത്, J എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എന്തൊക്കെയാണ് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. 143 subsection 3 clause J. See, already 143 subsection 3 J-ൽ 3 provisions ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു എക്സ്ട്രാ പ്രൊവിഷനും കൂടെ 2 വർഷം മുമ്പേ ഡിമോണിറ്റൈസേഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഒരു എക്സ്ട്രാ പ്രൊവിഷനും കൂടെ കൊണ്ടുവന്നു. എന്നാൽ ഡിമോണിറ്റൈസേഷൻ ഒക്കെ മാറിയിട്ട് ഒരുപാട് കാലമായി അല്ലെ. 2016 2000 ആ കാലഘട്ടത്തിലാണ് ഡിമോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നത്.
അത് കഴിഞ്ഞു 2020. ഇപ്പോഴും ആ ഡിമോണിറ്റൈസേഷൻ പീരീഡിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഫണ്ടിന്റെ റിപ്പോർട്ടിങ് കാര്യങ്ങൾ ഇപ്പോഴും കമ്പനീസ് ആക്ടിൽ വെക്കുന്നത് വളരെ ഇല്ലോജിക്കലാണ്. അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം യുവർ സിലബസ് ഓൾസോ. അപ്പം ഈ ഡിമോണിറ്റൈസേഷന്റെ പ്രൊവിഷൻ ഈസ് റിമൂവ്ഡ്. ഡിമോണിറ്റൈസേഷന്റെ പ്രൊവിഷൻ എന്തല്ല ഇപ്പം അപ്ലിക്കബിൾ അല്ല. അപ്പൊ എത്ര പ്രൊവിഷൻസ്, പഴയ പ്രൊവിഷൻസ് എത്ര ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? 3 പ്രൊവിഷൻസ്. ഓക്കെ, പ്ലസ് എക്സ്ട്രാ 3 provisions are added. Extra 3 provisions are added. അതിൽ തന്നെ ഈ എക്സ്ട്രാ 3 പ്രൊവിഷനിൽ ഫസ്റ്റ് പ്രൊവിഷൻ ഹാവ് 3 സബ് പോയിന്റ്സ്, സബ് പ്രൊവിഷൻസ്. അപ്പൊ ആക്ച്വലി നമുക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഏകദേശം 3+2 5 മേജർ ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് അതിലുള്ള മാറ്റം എന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഫസ്റ്റ് 3 പ്രൊവിഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓൾറെഡി ഉള്ള കമ്പനീസ് ആക്ടിലുള്ള, കമ്പനി ഓഡിറ്റിലുള്ള പ്രൊവിഷൻസ്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷാൾ ഓൾസോ ഇൻക്ലൂഡ് അതർ വ്യൂസ് ആൻഡ് കമന്റ്സ് ഓൺ ദ ഫോളോയിങ് മാറ്റേഴ്സ്. അതായത് ഓൾറെഡി കമ്പനി ഓഡിറ്റർ ഇൻക്ലൂഡ് ചെയ്യേണ്ട, അവർ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഓൾറെഡി സെക്ഷൻ 143 സബ്സെക്ഷൻ 3 പറഞ്ഞിട്ടുണ്ട്. അതിനു പുറമെ റൂൾ 11 പ്രകാരം എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ റൂളിൽ ചേഞ്ചസ് നടത്തുന്നത്? റൂൾ ചേഞ്ചസ് നടത്താൻ വളരെ കുറച്ച് സമയം മാത്രം മതി. പക്ഷെ ആക്ച്വൽ മേജർ ചേഞ്ചസ് വരുന്ന സമയത്ത് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുകൊണ്ടാണ് പലപ്പോഴും റൂളായിട്ട് ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള പ്രൊവിഷനിൽ എപ്പോഴും റൂളായിട്ടാണ് എന്ത് ചെയ്യുക, കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ ഏതൊരു ആക്ടും എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, റൂൾ ലെവലിലാണുള്ള പ്രൊവിഷൻസ്. ആ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഫസ്റ്റ് പ്രൊവിഷൻ ഓൾറെഡി ഉള്ള പ്രൊവിഷൻസ് ആണ്. ഫസ്റ്റ് 3. Whether the company has disclosed the impact of any pending litigations. കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പെൻഡിങ് ലിറ്റിഗേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അതിന്റെ ഇമ്പാക്റ്റോ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞു. യു ഹാവ് ടു റിപ്പോർട്ട് ദ പെൻഡിങ് ലിറ്റിഗേഷൻസ്. പെൻഡിങ് ലിറ്റിഗേഷൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, whether the company have made any provision. കമ്പനി എന്തെങ്കിലും പ്രൊവിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഫോർ വാട്ട്? ഫോർ മെറ്റീരിയൽ ഫോർസിയബിൾ ലോസസ്. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു ഫോർസിയബിൾ ലോസസ്, മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഫോർസിയബിൾ ലോസസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ, കമ്പനി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ആ കമ്പനി അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ ദ ഓഡിറ്റർ ഹാവ് ടു റിപ്പോർട്ട് ദ സെയിം തിങ്. അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്, പെൻഡിങ് ലിറ്റിഗേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാവ് ടു ബി റിപ്പോർട്ടഡ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം പ്രൊവിഷൻ ഫോർ മെറ്റീരിയൽ ഫോർസിബിൾ ലോസസ്. മെറ്റീരിയൽ ഫോർസിബിൾ ലോസസിൽ പ്രൊവിഷൻസ് വെച്ചിട്ടില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം ആക്കണം. അതിൽ എന്തും കൂടെ വരും, ലോങ് ടേം കോൺട്രാക്ട് ഇൻക്ലൂഡിങ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ലോങ് ടേം കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോർസിബിൾ ലോസസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു മെൻഷൻ ഇറ്റ്. യു ഹാവ് ടു മെൻഷൻ മാത്രമല്ല പ്രൊവിഷൻ വെക്കണം. ലോസസ് ഉണ്ടെങ്കിൽ, മെറ്റീരിയൽ ലോസ് ആണെങ്കിൽ അതുപോലെ തന്നെ അത് ഡിസ്ക്ലോസും ചെയ്യണം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, any delay in transferring amount to investor education protection fund. IPF നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് നമ്മൾ ഡിവിഡൻഡ് തുടങ്ങിയ സമയത്ത് ഡിവിഡൻഡിൽ നമ്മൾ അൺക്ലെയിം ഡിവിഡൻഡും കാര്യങ്ങളൊക്കെ പോകുന്ന പ്രൊവിഷൻ ആണ് എന്ത്, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട്. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഡിലേസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഇറ്റ് ഈസ് കമ്പൽസറി. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, ഓഡിറ്റർ ഹാവ് ടു മെൻഷൻ. ഓഡിറ്റർ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യൽ നിർബന്ധം. അപ്പൊ ഈ 3 കാര്യങ്ങൾ, പെൻഡിങ് ലിറ്റിഗേഷൻസ്, പ്രൊവിഷൻ ഫോർ ഫോർസിബിൾ ലോസസ് ഓഫ് ലോങ് ടേം കോൺട്രാക്ട്, അതുപോലെ തന്നെ ഡിലേ ഇൻ ട്രാൻസ്ഫറിംഗ് ടു IPF അക്കൗണ്ട്, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട്. ദ ഫോർത്ത് പോയിന്റ് ഈസ് റിമൂവ്ഡ്. ഇതെന്തായിരുന്നു, ഡിമോണിറ്റൈസേഷൻ ആയിരുന്നു. ഡിമോണിറ്റൈസേഷൻ, ഇറ്റ് ഈസ് റിമൂവ്ഡ്. Demonetization is removed. Now the next point, next new addition, that is EFG.
EFG. So let's see what are the major changes. Whether the management has reported. I will read it. I will explain. Whether the management has represented. Management representation. Management representation. SA 580. Written representation from the management. Okay. The management representation. Whether the management has represented that to the best of its knowledge and belief. Okay, other than as disclosed in the notes to the accounts. No fund have been advanced or loaned or invested either from borrowed fund or share premium or any other source or kind of fund by the company to or in any other person or entity, including foreign entities, with the understanding, whether recorded in writing or otherwise, that the intermediary shall directly or indirectly lend or invest in other person or entity identified in any other manner whatsoever by or on behalf of the company, that is ultimate beneficiary, or provide any guarantee, security or the like on behalf of the ultimate beneficiary. Clear? Yeah. Okay. First one, we are an auditor of a company. We are a company auditor. A company, they are giving loan advances, loan investment. They are investing. Okay, investing. Investment or loan by the company to a person. A person, a person any other person, including foreign entities. Foreign entities are fund. We are transferring the fund. Loan item, investment item, we are giving fund to a party. Okay. What is the purpose? Invest in fund. They are investing in somewhere else. We are transferring the fund to B. B is transferring the fund to C. Our books transfer to B. B is loan to B. Advance to B. Invested in B company. Whatever. Mention what is the result? B and the company fund they are just transferring the fund to C. Okay. So what happens? If this happens in a company, there is no problem. They may transfer the fund further and further, but it should be disclosed in the books of accounts. If company is transferring the fund to a person who is known as intermediary, and this intermediary transfer it to the ultimate beneficiaries. Ultimate beneficiaries transfer cheyanengil. What is the responsibility of the management? Management has to report it to in the financial statement. If they have not reported, they have to, the auditor shall report the same into the audit report. Audit report auditor mention. Okay, no? The company is giving loan. Company is giving loan or investing in any company, but that company is not taking it as an investment or loan, but it is transferring to an ultimate beneficiary. Transfer the company, they have to disclose in their notes. Disclose. That is the correct procedure. If they have not done, it shall be reported by the auditor.
Now let us read once again. Whether the management has represented, management representation തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എന്തിന്റെ മേലെ അവർ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എന്ത് ചെയ്യണം, മാനേജ്മെന്റ് റെപ്രസെന്റേഷൻ ചെയ്യണം. മാനേജ്മെന്റ് പറയണം ഞങ്ങൾ ലോണും ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ആ ഇൻവെസ്റ്റ്മെന്റ് ലോൺ നമ്മൾ ഏതൊരു പാർട്ടിക്കാണോ കൊടുത്തിട്ടുള്ളത് ആ പാർട്ടിയുടെ പേരിൽ തന്നെയാണ് എന്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അതല്ല മറ്റൊരു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാര്യം എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് ആരുടെ നിന്ന് വാങ്ങണം, മാനേജ്മെന്റ് എടുത്ത് മാനേജ്മെന്റ് റെപ്രസെന്റേഷൻ ആയിട്ട് വാങ്ങണം. ആസ് പെർ സെക്ഷൻ 580 SA 580. ഓക്കെ, അങ്ങനെ വാങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഇനി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ യു ഹാവ് ടു റിപ്പോർട്ട് ഇറ്റ് ഇൻ ദ റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, ക്ലിയർ അല്ല? Whether the management has represented that to the best of its knowledge or belief other than as disclosed in the notes to the audit and to the accounts, no fund have been advanced, loaned or invested. ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, അതായത് കമ്പനിന്റെ ഐദർ ബോറോഡ് ഫണ്ടോ അവരുടെ പ്രീമിയം അവരുടെ കയ്യിലുള്ള സോഴ്സ് നിന്ന് അവരെന്ത് ചെയ്തിട്ടില്ല, ഒരു അഡ്വാൻസോ ലോണോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. ആർക്ക്? കമ്പനി. ടു ഓർ ഇൻ എനി അതർ പേഴ്സൺ, മറ്റൊരാൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ആഡ് ഓൺ? ആരാണ് ഇവര്? ദേ ആർ ഇന്റർമീഡിയറീസ്. അങ്ങനെ ഒരു ഇന്റർമീഡിയറീസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഫണ്ട് കൊടുത്തിട്ടില്ല. ആ ഇന്റർമീഡിയറ്റ്സ് എന്താ ചെയ്യാ, വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, അറിഞ്ഞുകൊണ്ട് എന്തില്ല, അത് എന്താണ്, ഇന്റർമീഡിയറ്റ് ഷാൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ലെൻഡ് ഓർ ഇൻവെസ്റ്റ് ഇൻ അതർ പേഴ്സൺ. അവരെന്ത് ചെയ്യുന്നു, ഇത് മറ്റൊരാൾക്ക് ലെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു റിട്ടേൺ റെപ്രസെന്റേഷൻ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. ഓക്കെ, ക്ലിയർ അല്ല? ഈ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബെനിഫിഷ്യറീസിനാണ് ഇത് പോകുന്നതെങ്കിൽ യു ഹാവ് ടു റിപ്പോർട്ട് ദ കറക്റ്റ് പ്രൊസീജിയർ. ഓക്കെ, ക്ലിയർ അല്ല? കമ്പനി ഇന്റർമീഡിയറീസിന് കൊടുക്കുന്നു, ആ ഇന്റർമീഡിയറീസ് എന്ത് ചെയ്യുന്നു, അൾട്ടിമേറ്റ് ബെനിഫിഷ്യറിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ഒരു ഫണ്ടിങ് വരുന്നുണ്ട് എങ്കിൽ ആ ഫണ്ടിങ് പ്രോപ്പർ ആയിട്ട് ബുക്സിൽ കാണിച്ചിരിക്കണം. ഇപ്പം ഞാൻ എന്റെ ബുക്സിൽ എന്താ കാണിക്കുന്നത്, ബി ലിമിറ്റഡിന് ഞാൻ ലോൺ കൊടുത്തു, ലോൺ ഗിവൺ ടു ബി ലിമിറ്റഡ്. ബട്ട് വാട്ട് ഈസ് ദ റിസൾട്ട്? ശരിക്കും ബിയുടെ കയ്യിൽ ലോൺ ഉണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു സി. ദേ ആർ ultimate beneficiaries. So അങ്ങനെയാണെങ്കിൽ if you are showing it in B limited ന് കൊടുത്ത ലോൺ ആണെന്ന് പറയുന്ന സമയത്ത് you have to mention it in the notebook. This loan given to B has been transferred to the ultimate beneficiary of C. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഓഡിറ്റർ അതിനെ കുറിച്ച് മറ്റൊന്നും പറയേണ്ടതില്ല. ദാറ്റ് ഈസ് ദ കറക്റ്റ് ഡിസ്ക്ലോഷർ. ഇനി അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ you have to report. Okay, clear ആണ്? Now next one. Whether the management has represented that to the best of its knowledge and belief other than as disclosed in the notes to the accounts, no fund have been received by the company from any party or entities including foreign entities with the understanding whether recorded in writing or otherwise that the company shall whether directly or indirectly lend or invest in other person or entities identified in any manner whatsoever by or on behalf of the funding party to provide any guarantee, security or like on behalf of the ultimate beneficiary. എന്താ പറയുന്നത്? സിമിലർ ടു ഫസ്റ്റ് പ്രൊവിഷൻ അല്ലേ? ഫസ്റ്റ് പ്രൊവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് പ്രൊവിഷനിൽ പറഞ്ഞ എന്താ? ഫസ്റ്റ് പ്രൊവിഷനിൽ നമ്മൾ പറഞ്ഞത് കമ്പനി ഇന്റർമീഡിയറി അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി. ഹിയർ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്, ഫണ്ട് കൊടുക്കാം. വി ആർ നോട്ട് ട്രാൻസ്ഫറിങ് ദ ഫണ്ട് ഫ്രോം ഫണ്ട് ടു ബി. വി ആർ ബി, നമ്മൾ തന്നെയാണ് എന്ത്, ബി. വി ആർ ഇന്റർമീഡിയറി. ദ കമ്പനി ഈസ് എ ഇന്റർമീഡിയറി. Another company, that company is known as funding party. ഒരു ഫണ്ടിങ് പാർട്ടി നമുക്ക് എമൗണ്ട് തരാണ്. ഫണ്ടിങ് പാർട്ടി ഈസ് ഗിവിംഗ്, എ ഈസ് ഗിവിംഗ് ഫണ്ട് ടു മൈ കമ്പനി. ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയിലേക്ക് എ എന്ത് ചെയ്യുന്നു, ഫണ്ട് തരുന്നുണ്ട്. പക്ഷെ ആ ഫണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ട്രാൻസ്ഫറിങ് ഇറ്റ് ടു അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി. അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി അങ്ങനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ് എങ്കിൽ ഞാൻ ഇവരുടെ അടുത്ത് വാങ്ങിയതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യില്ല, വെച്ചിട്ടില്ല എങ്കിൽ
ഇവരടുത്ത് വാങ്ങിയതും ഇവരടുത്ത് കൊടുത്തതിന്റെ റിപ്പോർട്ട് പ്രോപ്പറായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ബുക്സിൽ ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എങ്കിൽ, ഞാനൊരു ഇന്റർമീഡിയറി ആണ് എന്ന് ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എങ്കിൽ, ബുക്സിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ കമ്പനി ഈ ഡിസ്ക്ലോഷർ ഇന്റർമീഡിയറി ആണ് എന്നുള്ള ഡിസ്ക്ലോഷർ കൊടുത്തിട്ടില്ല എങ്കിൽ ദേ ഹാവ് ടു റിപ്പോർട്ട്, അത് ഓഡിറ്റർ ഹാവ് ടു റിപ്പോർട്ട് ഇറ്റ് ഇൻ ദ ഇൻ ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്താണ് അയാൾ മെൻഷൻ ചെയ്യണം. ദിസ് ഈസ് ദ സെക്കൻഡ്. രണ്ടാമത്തെ പ്രൊവിഷൻ. ഫസ്റ്റ് പ്രൊവിഷനുമായി ബന്ധപ്പെട്ട കാര്യം, ഫസ്റ്റ് പ്രൊവിഷനിൽ നമ്മളാണ് ഫണ്ടിങ് പാർട്ടി. ഫസ്റ്റ് പ്രൊവിഷനിൽ കമ്പനി ഈസ് എ ഫണ്ടിങ് പാർട്ടി. സെക്കൻഡ് കേസിൽ കമ്പനി ഈസ് എ ഇന്റർമീഡിയറി. കമ്പനി ഇന്റർമീഡിയറി ആണ്. കമ്പനി ഈസ് കളക്ടിങ് ഫണ്ട് ഫ്രം ഫണ്ടിങ് പാർട്ടി ആൻഡ് ദേ ആർ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു ദ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി. അവർ ഇന്റർമീഡിയറി ആയിട്ട് എന്ത് ചെയ്യണം? കമ്പനി നിൽക്കുകയാണെങ്കിൽ ആ കേസിലും കമ്പനി നിൽക്കുന്നുണ്ട് എങ്കിൽ ഇറ്റ് ഹാവ് ടു ബി റിപ്പോർട്ടഡ് ഇൻ ദ, ഇറ്റ് ഹാവ് ടു ബി ഡിസ്ക്ലോസ്ഡ് പ്രോപ്പർലി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് റിട്ടേൺ റെപ്രസെന്റേഷനോ കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു യു വിൽ ബി എന്താണ് ഈ ഒരു കേസിൽ നിങ്ങൾക്ക് അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിംഗിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ല? നൗ തേർഡ് പോയിന്റ്, അതായത് സബ്സെക്ഷൻ ഇയിൽ ഇ എന്ന് പറയുന്ന സബ് പോയിന്റിൽ നമുക്ക് 3 പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? കമ്പനി ഈസ് ഫണ്ടിങ് ടു ഇന്റർമീഡിയറ്റ് ഫണ്ടിങ് ടു അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി. അതുപോലെ തന്നെ ഫണ്ടിങ് പാർട്ടി കമ്പനിക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ കമ്പനി അൾട്ടിമേറ്റ് ബെനിഫിഷ്യറിക്ക് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ഇന്റർമീഡിയറ്റ് ആണ്, ഇവിടെ നമ്മൾ ഫണ്ടിങ് പാർട്ടിയാണ്. ഓക്കെ, അതാണ് എന്ത് രണ്ടാമത്തെ പ്രൊവിഷനിൽ പറഞ്ഞത്. വെദർ ദ മാനേജ്മെന്റ് ഹാസ് റെപ്രസെന്റഡ് ടു ദ ബെസ്റ്റ് ഓഫ് ഇറ്റ്സ് നോളജ് and belief other than disclosure has not no fund have been received. ഇവിടെ നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല, നമ്മൾ എന്തില്ല റിസീവ് ചെയ്തിട്ടില്ല എന്നാണ് എന്ത് ചെയ്യുക? നമ്മൾ റെപ്രസെന്റേഷൻ കൊടുക്കേണ്ടത്. ഫ്രം എനി പേഴ്സൺ എന്ന് പറയുന്നത് ഫോറിൻ കമ്പനി, അതാരാണ്? ഫണ്ടിങ് പാർട്ടി. ഫണ്ടിങ് പാർട്ടിന്റെ അടുത്ത് നമ്മൾ ഒരു ഫണ്ടും സ്വീകരിച്ചിട്ടില്ല. വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്? അതിന്റെ ഇന്റൻഷൻ എന്താ? ഫണ്ടിങ് പാർട്ടിനെ സ്വീകരിക്കുന്നത് lend or invest in other person or entity identified in any manner. Other person അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, ലെൻഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഒരു ഫണ്ടിങ് പാർട്ടിന്റെ അടുത്ത് യാതൊരു ഫണ്ട് വാങ്ങിയിട്ടില്ല എന്നുള്ള മാനേജ്മെന്റ് റെപ്രസെന്റേഷൻ ആയിട്ട് തരണം, മാനേജ്മെന്റ് തരണം. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു റിപ്പോർട്ട് ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, മൂന്നാമത്തെ പ്രൊവിഷൻ based on such audit procedure that the auditor has considered reasonable and appropriate in the circumstances, nothing has come to their notice and has caused them to believe that the representation under subclause 1 and 2 contain any material misstatement. എന്ത് ചെയ്യണം? നമ്മള് സബ് ക്ലോസ് 1ഉം 2ഉം പ്രകാരം നമ്മൾ എന്താ വാങ്ങുന്നത്? സബ് ക്ലോസ് 1ഉം 2ഉം പ്രകാരം നമ്മൾ എന്താ വാങ്ങുന്നത്? റിട്ടേൺ റെപ്രസെന്റേഷൻ അണ്ടർ സെക്ഷൻ അണ്ടർ SA 580. ഓക്കെ, ഈ റിട്ടേൺ റെപ്രസെന്റേഷൻ മാത്രം സഫീഷ്യന്റ് ആണോ നമ്മൾ ഓഡിറ്റ് എവിഡൻസ് ആയിട്ട്? നമ്മൾ ഓഡിറ്റ് എവിഡൻസ് പഠിക്കുന്ന സമയത്ത് ഈ റിട്ടേൺ റെപ്രസെന്റേഷൻ ഈസ് നോട്ട് എ സഫീഷ്യന്റ് എവിഡൻസ്. യു ഹാവ് ടു ഡു അഡീഷണൽ പ്രൊസീജിയേഴ്സ്, അല്ലെ? അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നിങ്ങൾ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നിങ്ങൾ, അപ്പൊ 2 കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ ഫണ്ടിങ്ങോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, റിട്ടേൺ റെപ്രസെന്റേഷൻ നിങ്ങൾ വാങ്ങണം. രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഓഡിറ്റ് പ്രൊസീജിയർ, പ്രോപ്പർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? നടത്തിയിട്ടുണ്ടാവണം. ഓക്കെ, അതാണ് എന്ത് ചെയ്യുന്നത്? ഈ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. ബേസ്ഡ് ഓൺ സച്ച് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ദ ഓഡിറ്റർ ഹാസ് കൺസിഡർ റീസണബിൾ ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻ ദ സർക്കംസ്റ്റാൻസസ്. നമ്മളുടെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ എന്ത് ചെയ്ത് അതിന് പുറമെ നമ്മൾ എക്സ്ട്രാ ഓഡിറ്റ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൺസിഡറബിൾ ആവുന്ന, റീസണബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ nothing has to come to their notice that has caused them to believe that the representation contain any material misstatement. ഒന്നും നമുക്ക് വന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? റിപ്പോർട്ട് ചെയ്യേണ്ട. എല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ദ തേർഡ് പോയിന്റ്. തേർഡ് പോയിന്റിൽ പറയുന്ന അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഷുഡ് ബി ഡൺ. അപ്പം ഈ ഒരു കേസിൽ ഇതെല്ലാം രണ്ടും ഈ ഒരു കേസിൽ, അതായത് റിട്ടേൺ റെപ്രസെന്റേഷനും അതുപോലെ തന്നെ അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സും ഈ 2 കേസിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് കേസ് 1, കേസ് 2. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ
റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങണം. റിട്ടേൺ റെപ്രസെന്റേഷനെ കുറിച്ച് പറയുന്നതാണ് എന്ത് ഇവിടെ റെപ്രസെന്റേഷൻ, മാനേജ്മെന്റ് റെപ്രസെന്റേഷൻ, അതാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ. അതുപോലെ തന്നെ ഇവിടെയും റിട്ടേൺ റെപ്രസെന്റേഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. നൗ അതിന് പുറമെ ഇതാണ് ഫസ്റ്റ് എഡിഷൻ ആട്ടോ. അതായത് ഈ സെക്ഷൻ 143 സബ്സെക്ഷൻ 3 ക്ലോസ് ജയില് ഫസ്റ്റ് അഡീഷൻ ആണ് ഈ എന്ന് പറയുന്ന പ്രൊവിഷൻ. നമുക്ക് ഓൾറെഡി 3 അഡീഷൻസ് ഉണ്ട്. 3 അഡീഷൻ അതിൽ ഫസ്റ്റ് അഡീഷൻ ആണ് നമ്മൾ അഡീഷണൽ പ്രൊവിഷൻ ആണ് പറഞ്ഞത്. രണ്ടാമത്തെ പ്രൊവിഷൻ എന്താ പറയുന്നത്? സിമ്പിൾ ആണ്. അത് മറ്റേ തൊട്ട് മുമ്പ് പറഞ്ഞ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് പ്രൊവിഷൻ ഒന്നുമല്ല. ഓക്കെ. ഡിവിഡൻഡ് ഡിക്ലയർഡ് ഓർ പെയ്ഡ് during the year by the company is in compliance with section 123. Section 123 ആണ് അല്ലെ 123 ആണ്. ഡിവിഡൻഡ് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നതിന്റെ ഡിവിഡൻഡിന്റെ മാസ്റ്റർ പ്രൊവിഷൻ. ഓക്കെ. ഈ സെക്ഷൻ 123 പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആണോ നിങ്ങൾ ഡിവിഡൻഡ് പേ ചെയ്തതും ഡിക്ലെയർ ചെയ്തതും എന്ന് എന്ത് ചെയ്യുക? ഉറപ്പുവരുത്താം. അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 123 പ്രകാരമാണ് എന്ന് എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. അതാണ് ഓഡിറ്ററുടെ സെക്ഷൻ 143 സബ്സെക്ഷൻ 3 ക്ലോസ് ജയില് എത്രാമത്തെ ഇ കഴിഞ്ഞിട്ട് എഫ് പ്രൊവിഷൻ. ഓക്കെ, എഫ് പ്രൊവിഷൻ. നൗ ജി. Whether the company in respect of financial year commencing on or after 1st April 2022. 1st April 2022. Next, for the coming years, has issued such accounting software for maintaining its books of accounts, which has a feature of recording audit trail facility, and the same has been operated throughout the year for all transactions recorded in the software, and the audit trail features has not been tampered with, and the audit trail has been preserved by the company as per the statutory requirements of record retention. എന്താ പറയുന്നത്? ഏപ്രിൽ 2022 മുതൽ വാട്ട് വിൽ ബി റിക്വയർഡ്? ഓഡിറ്റ് സോഫ്റ്റ്വെയറുകളെല്ലാം അല്ലെങ്കിൽ നമ്മളെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിലെല്ലാം എന്ത് വേണം? ഓഡിറ്റ് ട്രയൽ ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കണം. ഓഡിറ്റ് ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിയുടെ എൻട്രി നമ്മൾ ഇടുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ ലാസ്റ്റ് സ്റ്റേജ് വരെയുള്ള അതിന്റെ പ്രൊസീജിയേഴ്സ് പ്രോപ്പർ ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ അത് ഏതെങ്കിലും ഒരു എൻട്രി നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ, പ്രയർ ഡേറ്റിൽ എൻട്രി ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ എൻട്രീസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള എഡിറ്റ് ലോഗ്, അതിന്റെ ഓരോ എൻട്രീസും പോയിട്ടുള്ള ലോഗ് നമുക്ക് അറിയാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് എന്ന് എന്ത് ചെയ്യണം? എല്ലാ സോഫ്റ്റ്വെയറിലും ഉറപ്പുവരുത്തണം. ഇപ്പൊ നമ്മൾ പല സോഫ്റ്റ്വെയറിലും എന്താ സംഭവിക്കും? ഇപ്പൊ ടാലിയിൽ ഏതിലാണെങ്കിലും നമ്മളൊരു എൻട്രി ഇട്ടു, അതിപ്പോ കുറെ മുമ്പത്തെ ഡേറ്റിൽ നമ്മൾ എൻട്രി ഇട്ടാലും അത് ഏത് ഡേറ്റിലാണ് നമുക്ക് വേണ്ടത് ആ ഡേറ്റിൽ പോയി നിൽക്കും. അത് ഏത് ദിവസമാണ് നമ്മൾ എൻട്രി ഇട്ടത്, എന്തായിരുന്നു അതിന്റെ സാഹചര്യം എന്നൊന്നും എന്തെയില്ല അതിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഓഡിറ്റ് ട്രയൽ അപ്ലിക്കബിൾ ആവുന്ന സോഫ്റ്റ്വെയറുകളായിരിക്കണം 2022 ഏപ്രിൽ 1 മുതൽ അടുത്ത ഫിനാൻഷ്യൽ ഇയർ മുതൽ കമ്പനികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പ്രൊവിഷനിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ. അതിൽ തന്നെ ഓഡിറ്റ് ട്രയൽ നടത്തിയിട്ടുള്ള അതിന്റെ ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ട്രയലിന്റെ ഡോക്യുമെന്റേഷനും എത്ര വർഷത്തേക്ക് വേണം, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ഫോർ റെക്കോർഡ് റിട്ടൻഷൻ. റെക്കോർഡ് റിട്ടൻഷന്റെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് എത്ര വർഷമാണോ അത്ര വർഷം എന്ത് ചെയ്യണം നമ്മൾ, അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എത്ര വർഷം മെയിൻറ്റെയിൻ ചെയ്യണോ അത്ര തന്നെ നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? ഓഡിറ്റ് ട്രയലുമായി റിലേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സെക്ഷൻ 128 പ്രകാരം, സെക്ഷൻ 128 ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ 8 ഇയേഴ്സ് ആണ് നമ്മളൊരു ബുക്സ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ. ആ 8 ഇയേഴ്സ് തന്നെ നമ്മൾ എന്തും ചെയ്യണം? ഓഡിറ്റ് ട്രയലും ഡോക്യുമെന്റേഷനും മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? Now the last provision. This is the last provision. Nothing but related to CARO, Company Audit Report Order. Okay. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻ ആണ്. സിമ്പിൾ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത എക്സാം മുതൽ ഡിസംബർ എക്സാമിനേഷൻ മുതൽ
കാരോ 2020 അപ്ലിക്കബിൾ ആവുമെന്ന്. കാരോ 2020 അപ്ലിക്കബിൾ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഹാസ് ബീൻ ഒമിറ്റഡ്. അത് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയിട്ട് കാരോ 2016 തന്നെയാണ് അപ്ലിക്കബിൾ ആവുന്നത്. കാരോ 2016 ഈസ് അപ്ലിക്കബിൾ ഫോർ ഡിസംബർ എക്സാമിനേഷൻ. സോ നിങ്ങൾ കാരോ 2016 ആണ് എന്ത് ചെയ്യേണ്ടത്, ഈ എക്സാമിനേഷൻ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓഡിറ്റിലുള്ള അമെൻമെന്റ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ എൻ്റെ ഓഡിറ്റിങ്ങിന്റെ ക്ലാസ് നവംബർ 1 മുതൽ കാലിക്കറ്റ് ആസ്പയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നുണ്ട്. അപ്പം ഓഡിറ്റിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യാം, ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസും കോണ്ടാക്ട് ചെയ്യേണ്ട ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അവരെ വിളിച്ചിട്ട് ബുക്കിംഗ് കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.